നമസ്കാരം. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധം ശക്തവും നിർണായകവുമായ ഭരണനിർവഹണ നടപടികൾക്കാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണവും കഠിനാധ്വാനവും ചൂഷണം ചെയ്യുന്നവർ ആരായാലും, അവർ എത്ര ഉന്നതരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപനം വെറും വാക്കല്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണിപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തുവരുന്നത്. രാജ്യത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ മാതാപിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രാർത്ഥനകളും കഠിനാധ്വാനവും തല്ലിക്കെടുത്തിയ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച കേസിലെ മുഖ്യ സൂത്രധാരനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈക്കൊണ്ട അതിശക്തമായ നടപടി ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ്. കേസിലെ പ്രധാന പ്രതിയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ മുൻ രസതന്ത്രം പ്രൊഫസറുമായ PV കുൽക്കർണിയുടെ ഉടമസ്ഥതയിലുള്ള ആഡംബര പൂർവിക വീടും 3 നിലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കോച്ചിംഗ് സെന്ററും ബുൾഡോസർ ഉപയോഗിച്ച് പൂർണ്ണമായും പൊളിച്ചു കളഞ്ഞു. രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവതലമുറയുടെ ഭാവി വെച്ച് പന്താടാനിറങ്ങുന്ന ഏതൊരു മാഫിയയ്ക്കുമുള്ള കൃത്യമായ മുന്നറിയിപ്പാണിത്. എന്നാൽ ദേശീയ തലത്തിൽ വലിയ ചർച്ചയായ ഈ നടപടി കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ സംസ്ഥാനത്തെ പ്രമുഖ മാധ്യമങ്ങൾ ബോധപൂർവം ശ്രമിച്ചു എന്നത് മാധ്യമലോകത്തെ വലിയൊരു ചതിയായി വേണം കണക്കാക്കാൻ. ഒരു വശത്ത് പാവപ്പെട്ട വിദ്യാർത്ഥികൾ തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി പകലും രാത്രിയും അധ്വാനിക്കുമ്പോൾ, മറുവശത്ത് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണമൊഴുക്കി പരീക്ഷാ സമ്പ്രദായത്തെ അട്ടിമറിക്കാൻ നോക്കുന്ന മാഫിയകൾ മുളപൊട്ടുന്നു. ഇങ്ങനെ ഉള്ള മാഫിയകൾക്ക്, ഈ അഴിമതിക്കാർക്ക് ഇനി ഒരിക്കലും ഈ പുതിയ ഭാരതത്തിൽ സ്ഥാനമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നതാണ് ഈ നടപടി. അഴിമതിയോട് ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത സീറോ ടോളറൻസ് നയമാണ് കേന്ദ്ര ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകളെ CBI കൃത്യമായി കണ്ടെത്തിയതും അവർക്കെതിരെ ഏറ്റവും കടുപ്പമേറിയ ശിക്ഷാ നടപടികളിലേക്ക് കടന്നതും. മഹാരാഷ്ട്രയിലെ ബീഡ് സ്വദേശിയായ പ്രൊഫസർ PV കുൽക്കർണി ദീർഘകാലമായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ്. കെമിസ്ട്രി പ്രൊഫസറായി വിരമിച്ച ഇയാൾക്ക് പ്രദേശത്ത് വലിയ സ്വാധീനമുണ്ടായിരുന്നു. വിദ്യ പകർന്നു നൽകേണ്ട അധ്യാപക വേഷം കെട്ടിയ ഇയാൾ ഉള്ളിൽ ഒളിപ്പിച്ചിരുന്നത് പണത്തോടുള്ള കടുത്ത ആർത്തി മാത്രമായിരുന്നു. വീടിൽ ഇയാൾക്ക് പൂർവിക സ്വത്തായി ലഭിച്ച വലിയൊരു തറവാട് വീടുണ്ടായിരുന്നു. എന്നാൽ അധ്യാപന മേഖലയിലെ സ്വാധീനവും പണത്തോടുള്ള ആർത്തിയുമെല്ലാം ചേർന്നപ്പോൾ ഇയാൾ നഗരസഭാ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ തറവാടിനോട് ചേർന്ന് 3 നിലയുള്ള വമ്പൻ കെട്ടിടം പടുത്തുയർത്തുകയായിരുന്നു. ഇവിടെയാണ് RCC ക്ലാസസ് എന്ന പേരിൽ ഒരു വമ്പൻ കോച്ചിംഗ് സെന്റർ ഇയാൾ ആരംഭിച്ചത്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും ഇവിടെ പഠിച്ചിറങ്ങിയിരിക്കുന്നത്. ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവാണ് ഇയാൾ ഉണ്ടാക്കിയെടുത്തത്. നിയമവിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ തൂണുകളും ബഹുനില സംവിധാനങ്ങളും നഗരസഭയുടെ യാതൊരുവിധ അനുമതിയോടും കൂടിയായിരുന്നില്ല എന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. വിദ്യ പകർന്നു നൽകേണ്ട സ്ഥാപനത്തെ രാജ്യദ്രോഹപരമായ തട്ടിപ്പുകൾ ആസൂത്രണം ചെയ്യാനുള്ള ഒരു താവളമാക്കുകയാണ് ഇയാൾ ചെയ്തത്. ഇത്തരം സമാന്തര കോച്ചിംഗ് മാഫിയകൾ രാജ്യത്തെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ എത്രത്തോളം മലിനമാക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് പ്രൊഫസർ കുൽക്കർണിയുടെ സാമ്രാജ്യം. പാവപ്പെട്ട കുട്ടികളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ഫീസ് വാങ്ങി അവരെ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ പരീക്ഷാ സംവിധാനത്തിന്റെ സുരക്ഷിതത്വം തകർക്കാനുള്ള ഗൂഢാലോചനകളും ഈ 3 നില കെട്ടിടത്തിനുള്ളിൽ വെച്ചാണ് ഇയാൾ ആസൂത്രണം ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തവും കഠിനവുമായ മത്സര പരീക്ഷകളിൽ ഒന്നാണ് നീറ്റ്. രാജ്യത്തെ മികച്ച മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം നേടുക എന്ന ലക്ഷ്യത്തോടെ വർഷങ്ങളോളം ഉറക്കമൊഴിച്ച് പഠിക്കുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി സ്വർണം പണയം വെച്ചുമൊക്കെയാണ് പാവപ്പെട്ട മാതാപിതാക്കൾ മക്കളെ കോച്ചിങ്ങിന് വിടുന്നത്. ഇത്തവണ 22.70 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതിയത്. വർഷങ്ങളായി നീറ്റ് പരീക്ഷ നടത്തുന്ന ഔദ്യോഗിക സംവിധാനമായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ രസതന്ത്രം ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്ന പ്രധാന ചുമതലകളിൽ ഒന്നാണ് പ്രൊഫസർ PV കുൽക്കർണി വഹിച്ചിരുന്നത്. ഈ വിശ്വസ്തതയാണ് ഇയാൾ പൂർണ്ണമായും പിച്ചു ചീന്തിയത്. പണത്തോടുള്ള അടങ്ങാത്ത ആർത്തി കാരണം അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട ചോദ്യപേപ്പർ ഇയാൾ ചോർത്തി വിൽക്കുകയായിരുന്നു. ഇത്രയും വലിയൊരു തട്ടിപ്പ് പുറത്തു വന്നതോടെ രാജ്യം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ്. ഇത്രയധികം വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനം വെള്ളത്തിലാകുമെന്ന് കണ്ടതോടെ കേന്ദ്ര സർക്കാർ ഒട്ടും മടിക്കാതെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയും പുനഃപരീക്ഷ ഉൾപ്പെടെയുള്ള ചരിത്രപരമായ തീരുമാനങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ഒരു പരീക്ഷാ തട്ടിപ്പ് നടത്തുമ്പോൾ തകരുന്നത് കുറച്ച് ചോദ്യപേപ്പറുകളുടെ രഹസ്യാത്മകത മാത്രമല്ല, രാജ്യത്തെ ദരിദ്രരും ഇടത്തരക്കാരുമായ കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷകൾ കൂടിയാണ്. ഡോക്ടറാകാൻ ആഗ്രഹിച്ച് കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു പാവപ്പെട്ട കർഷകന്റെ മകന്റെ മകളുടെ സീറ്റാണ് ഇത്തരം മാഫിയകൾ പണക്കാരന്റെ മക്കൾക്ക് കോടികൾ വാങ്ങി വിൽക്കുന്നത്. ഈ വലിയ സാമൂഹിക അനീതിക്കെതിരെയാണ് നരേന്ദ്രമോദി സർക്കാർ യുദ്ധം പ്രഖ്യാപിച്ചത്. നീറ്റ് പരീക്ഷാ വിവാദം ഉയർന്നു വന്ന ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ ഈ കേസിന്റെ അന്വേഷണം രാജ്യത്തെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസിയായ CBIക്ക് കൈമാറുകയായിരുന്നു. കുറ്റവാളികൾ എത്ര ഉന്നതരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കൃത്യമായ നിർദ്ദേശത്തോടെയാണ് CBI ഈ കേസ് ഏറ്റെടുത്തത്.
വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയവും സാങ്കേതികമായ അന്വേഷണങ്ങൾക്കൊടുവിലാണ് CBI സംഘം മഹാരാഷ്ട്രയിലെ ബീഡിലേക്ക് എത്തിയത്. ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന പ്രക്രിയയിൽ പങ്കാളിയായ പ്രൊഫസർ കുൽക്കർണിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകളും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും CBIക്ക് ലഭിച്ചു. പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ മുഖ്യ സൂത്രധാരകൻ കുൽക്കർണിയാണെന്ന് കണ്ടെത്തിയതോടെ CBI സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ ഇയാൾ നടത്തിയ ഗൂഢാലോചനകളുടെയും സാമ്പത്തിക ഇടപാടുകളുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. CBIയുടെ ഈ വേഗതയേറിയ അന്വേഷണം മുൻകാലങ്ങളിലെ ഭരണാധികാരികളുടെ കാലത്തെ അന്വേഷണത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. രാഷ്ട്രീയ സ്വാധീനമുള്ളവർ പ്രതികളാകുമ്പോൾ ഫയലുകൾ മുക്കുന്ന പഴയ രീതിക്ക് പകരം ആരുടെയൊക്കെ തല ഉരുളണമെന്ന് നോക്കാതെ നിയമത്തിന്റെ പരമാധികാരം ഉറപ്പാക്കുകയാണ് CBI ചെയ്തത്. ഇതാണ് പുതിയ ഇന്ത്യയുടെ പ്രവർത്തന ശൈലിയും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നത് രാജ്യത്തെ ഏറ്റവും സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷകൾ നടത്താൻ രൂപീകരിച്ചിട്ടുള്ള ഉന്നതാധികാര സ്ഥാപനമാണ്. അതീവ രഹസ്യ സ്വഭാവത്തോടെയാണ് ഇതിന്റെ ചോദ്യപേപ്പർ നിർമ്മാണവും വിതരണവും നടക്കുന്നത്. വിവിധ വിഷയങ്ങളിലെ വിദഗ്ധരായ അധ്യാപകരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത്. ഇതിൽ കെമിസ്ട്രി വിഭാഗത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനത്ത് പ്രൊഫസർ കുൽക്കർണി ഇരുന്നു. ഈ പദവി നൽകിയ സുരക്ഷാ കവചം ഉപയോഗിച്ചാണ് ഇയാൾ ചോദ്യപേപ്പറുകൾ പുറത്തെത്തിച്ചത്. പരീക്ഷ നടക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ അതീവ രഹസ്യമായി ഇയാൾ ചോർത്തിയ ചോദ്യങ്ങൾ കോടിക്കണക്കിന് രൂപയ്ക്കാണ് വിവിധ സംസ്ഥാനങ്ങളിലെ സമാന്തര മാഫിയകൾക്ക് വിറ്റത്. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കിയത് കൊണ്ടാണ് സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിക്ക് പോലും നീതി നിഷേധിക്കപ്പെടരുതെന്ന നിർബന്ധ ബുദ്ധിയോടെ കേന്ദ്ര സർക്കാർ കർശനമായ നിലപാടുകൾ കൈക്കൊണ്ടത്. പ്രൊഫസർ PV കുൽക്കർണിയുടെ അറസ്റ്റിന് പിന്നാലെ ഇയാളുടെ നിയമവിരുദ്ധ സ്വത്തുക്കളെക്കുറിച്ചും കേന്ദ്ര ഏജൻസികൾ മഹാരാഷ്ട്ര സർക്കാരിനും പ്രാദേശിക ഭരണകൂടത്തിനും റിപ്പോർട്ട് നൽകിയിരുന്നു. ബീഡ് മുനിസിപ്പൽ അധികൃതർ JM റോഡിലുള്ള ഇയാളുടെ 3 നില കെട്ടിടത്തെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തി. പരിശോധനയിൽ ഈ വമ്പൻ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർണ്ണമായും മുനിസിപ്പൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണെന്ന് ബോധ്യപ്പെട്ടു. തുടർന്ന് നിയമപ്രകാരമുള്ള കാരണം കാണിക്കൽ നോട്ടീസ് അധികൃതർ കുൽക്കർണിയുടെ കുടുംബത്തിന് നൽകി. എന്നാൽ ഈ നോട്ടീസിന് കൃത്യമായ മറുപടി നൽകാനോ രേഖകൾ ഹാജരാക്കാനോ അവർക്ക് സാധിച്ചില്ല. നോട്ടീസ് കാലാവധി അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ ജൂൺ 1 ബീഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ വൻ പോലീസ് സന്നാഹത്തോടെ സ്ഥലത്തെത്തി വലിയ ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഇയാളുടെ പൂർവിക സ്വത്തും 3 നിലയുള്ള കോച്ചിംഗ് സെന്ററും പൂർണ്ണമായും പൊളിച്ചു നീക്കി. കുട്ടികളുടെ ഭാവി വെച്ച് കളിക്കാൻ മുതിരുന്ന ഏതൊരു തട്ടിപ്പുകാരനും നട്ടെല്ലിന് ഭയം നൽകുന്ന രീതിയിലായിരുന്നു ഭരണകൂടത്തിന്റെ ഈ ശക്തമായ നടപടി. നിയമവിരുദ്ധമായി പടുത്തുയർത്തിയ കോട്ടകൾ ജനങ്ങളുടെ കണ്ണീരിന് മേലാണെങ്കിൽ അത് തകർത്ത് തരിപ്പണമാക്കാൻ BJP ഭരണകൂടങ്ങൾക്ക് ഒരു മടിയുമില്ല എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ബീഡിൽ കണ്ടത്. കുറ്റവാളികളുടെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്നത് അവരെ തളർത്താൻ ഏറ്റവും ആവശ്യമായ കാര്യമാണ്. ആ ധീരമായ നടപടിയാണ് ഇവിടെ നടപ്പിലായത്. ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ വ്യക്തവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാടാണുള്ളത്. രാജ്യത്തിന്റെ യുവതലമുറയെയും അവരുടെ കഠിനാധ്വാനത്തെയും വഞ്ചിക്കുന്നവർക്കെതിരെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ഏറ്റവും കടുത്ത ശിക്ഷ ഉറപ്പാക്കുക എന്നതാണ് BJPയുടെ നയം. BJP എപ്പോഴും നിലകൊള്ളുന്നത് കഠിനാധ്വാനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും കൂടെയാണ്. ചോദ്യപേപ്പർ ചോർത്തുന്ന മാഫിയകൾ വിദ്യാർത്ഥികളുടെ ഭാവി മാത്രമല്ല രാജ്യത്തിന്റെ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ വിശ്വസ്തതയും ആണ് തകർക്കുന്നത്. അതിനെ വെച്ചുപൊറുപ്പിക്കില്ല. അഴിമതിയോട് ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത സീറോ ടോളറൻസ് നയമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റേത്. മുൻകാലങ്ങളിൽ പല പരീക്ഷാ തട്ടിപ്പുകളും ഫയലുകൾ ഒതുങ്ങിപ്പോയ ചരിത്രമാണുള്ളത്. എന്നാൽ BJP ഭരണത്തിൽ അന്വേഷണം നേരിട്ട് CBIക്ക് കൈമാറുകയും പ്രതികളുടെ സ്വത്തുക്കൾ വരെ കണ്ടുകെട്ടുകയും ചെയ്യുന്ന തരത്തിൽ കടുത്ത നടപടികളിലേക്ക് രാജ്യം മാറിക്കഴിഞ്ഞു. നിയമവിരുദ്ധമായി സമ്പാദിക്കുന്ന സ്വത്തുക്കളും അനധികൃത നിർമ്മാണങ്ങളും വെച്ചുപൊറുപ്പിക്കില്ല എന്നതിന്റെ തെളിവാണ് മഹാരാഷ്ട്രയിലെ ഈ നടപടി. ഇത്തരം കടുത്ത നടപടികൾ രാജ്യദ്രോഹികൾക്കും തട്ടിപ്പുകാർക്കും കൃത്യമായ ഭയമുണ്ടാക്കും. അഴിമതിയിലൂടെ നേടുന്ന പണം കൊണ്ട് ആർക്കും സുഖമായി ജീവിക്കാൻ കഴിയില്ലെന്ന സന്ദേശമാണ് പാർട്ടി ഇതിലൂടെ ജനങ്ങൾക്ക് നൽകുന്നത്. ഇപ്പോഴത്തെ കടുത്ത നടപടികളെ വിലയിരുത്തുമ്പോൾ നമ്മൾ മുൻകാല കോൺഗ്രസ് സർക്കാരുകളുടെ ചരിത്രം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. UPA ഭരണകാലത്ത് രാജ്യത്ത് ഒട്ടനവധി പരീക്ഷാ തട്ടിപ്പുകളും അഴിമതികളും നടന്നിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും വർഷങ്ങളോളം ഇത്തരം മാഫിയകൾ സമാന്തര ഭരണം നടത്തുകയായിരുന്നു. അക്കാലത്തൊക്കെ അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുമെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികൾ ആരെന്ന് പിടിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തിരുന്നില്ല. തട്ടിപ്പിലൂടെ സമ്പാദിച്ച കോടികളുമായി പ്രതികൾ സുഖമായി ജീവിക്കുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ സ്വാധീന കാലത്ത് നടന്ന വ്യാപം തട്ടിപ്പ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അന്ന് പരീക്ഷാ ബോർഡിലെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചേർന്ന് ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയാണ് തകർത്തത്. എന്നാൽ അന്നത്തെ ഭരണാധികാരികൾ പ്രതികളെ സംരക്ഷിക്കാനും അന്വേഷണം വഴിതിരിച്ചു വിടുവാനുമാണ് ശ്രമിച്ചത്. വർഷങ്ങളോളം ആ കേസ് ഇഴഞ്ഞു നീങ്ങി. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഇത്തരം നിലപാടുകളാണ് രാജ്യത്തെ തട്ടിപ്പുകാർക്ക് മുൻകാലങ്ങളിൽ ധൈര്യം നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് കാലം മാറി. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഈ സ്ഥിതിക്ക് വലിയ മാറ്റമുണ്ടായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനായി കടുത്ത ശിക്ഷകൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ നിയമങ്ങൾ നരേന്ദ്രമോദി സർക്കാർ പാർലമെന്റിൽ പാസാക്കിയിട്ടുണ്ട്. പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട്. പരീക്ഷാ തട്ടിപ്പ് നടത്തുന്നവർക്ക് കടുത്ത പിഴയും തടവ് ശിക്ഷയും ഉറപ്പാക്കുന്നതാണ് ഈ നിയമങ്ങൾ.
ഈ പുതിയ നിയമപ്രകാരം പരീക്ഷകളിൽ ക്രമക്കേട് കാണിക്കുന്നവർക്ക് 1 കോടി രൂപ വരെ പിഴയും 3 വർഷം മുതൽ 10 വർഷം വരെ കഠിന തടവുമാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. കൂടാതെ തട്ടിപ്പിലൂടെ സമ്പാദിക്കുന്ന സ്വത്തുക്കൾ പൂർണ്ണമായും കണ്ടുകെട്ടാനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. പരീക്ഷാ മാഫിയകളെ പൂർണ്ണമായും ഭയപ്പെടുത്തുന്ന ഈ നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണിപ്പോൾ മഹാരാഷ്ട്രയിൽ പ്രതിയുടെ വീടും സ്ഥാപനവും പൊളിച്ചടക്കിയത്. ഇതൊരു തുടക്കം മാത്രമാണ്. രാജ്യത്തെ ഒരു വിദ്യാർത്ഥിയുടെയും കഠിനാധ്വാനം ഇനി വിപണിയിൽ വിൽക്കാൻ BJP ഭരണകൂടം അനുവദിക്കില്ല. ഇവിടെ തുറന്നു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ദേശീയ തലത്തിൽ ഇത്രയും വലിയൊരു നടപടി ഉണ്ടായിട്ടും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ കാണിച്ച നിശബ്ദത കടുത്ത പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഈ വാർത്ത പൂർണ്ണമായും മുക്കുകയാണ് ഉണ്ടായത്. ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന് BJP വിലയിരുത്തുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേട് പുറത്തുവന്ന ആദ്യ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനും നരേന്ദ്രമോദിക്കെതിരെ ജനവികാരം ഇളക്കിവിടാനും ഈ മാധ്യമങ്ങൾ മത്സരിക്കുകയായിരുന്നു. 24 മണിക്കൂറും ചർച്ചകളും വലിയ ഹെഡ്ലൈനുകളുമായി അവർ കേന്ദ്ര വിരുദ്ധ വികാരം ജനങ്ങളിൽ കുത്തിവെക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇതേ കേസിൽ കേന്ദ്ര ഏജൻസിയായ CBI മുഖ്യപ്രതിയെ കണ്ടെത്തുകയും BJP സഖ്യം ഭരിക്കുന്ന മഹാരാഷ്ട്ര സർക്കാർ പ്രതിയുടെ കെട്ടിടം ബുൾഡോസർ വെച്ച് തകർക്കുകയും ചെയ്തപ്പോൾ ഈ മാധ്യമങ്ങൾ പെട്ടെന്ന് നിശബ്ദരായി. കാരണം ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിയാൽ അത് മോദി സർക്കാരിന്റെ കടുത്ത അഴിമതി വിരുദ്ധ നിലപാടിനും കർശനമായ ഭരണരീതിക്കും അനുകൂലമായ പൊതുവികാരം ഉണ്ടാക്കുമെന്ന് ഇവർ ഭയപ്പെട്ടു. കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്ന ഇടതു വലതു മാധ്യമ സിൻഡിക്കേറ്റിന്റെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. മുൻപ് രാജസ്ഥാനിലോ കർണാടകയിലോ കോൺഗ്രസ് ഭരണകാലത്ത് സമാനമായ പരീക്ഷാ ക്രമക്കേടുകൾ നടന്നപ്പോൾ ഈ മാധ്യമങ്ങൾ പുലർത്തിയ നിശബ്ദതയും നമ്മൾ കണ്ടതാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ചെറിയ സംഭവങ്ങളെ പോലും വലിയ രീതിയിൽ പർവ്വതീകരിക്കുകയും കേന്ദ്ര സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ബോധപൂർവ്വം മറച്ചുവെക്കുകയും ചെയ്യുന്ന ഈ മാധ്യമ ശൈലി കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഭാരതത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് ഇവിടുത്തെ യുവതലമുറയാണ്. രാജ്യത്തെ യുവാക്കളുടെ കഴിവിനും കഠിനാധ്വാനത്തിനും കൃത്യമായ വില ലഭിക്കണമെങ്കിൽ പരീക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും സുതാര്യമായിരിക്കണം. പണമുള്ളവന് എന്തും വാങ്ങാമെന്ന അവസ്ഥ മാറി കഴിവുള്ളവന് മാത്രമേ അവസരങ്ങൾ ലഭിക്കൂ എന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് BJP ചെയ്യുന്നത്. പ്രൊഫസർ കുൽക്കർണിയുടെ കെട്ടിടങ്ങൾ തകർന്നടിയുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുന്നത് രാജ്യത്തിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ വിദ്യാർത്ഥികളാണ്. തങ്ങളുടെ കഠിനാധ്വാനത്തെ വഞ്ചിച്ചവന് അർഹമായ ശിക്ഷ ലഭിച്ചു എന്ന ബോധം അവർക്ക് ഈ വ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. വിദ്യാർത്ഥികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും കണ്ണീരിന് മോദി സർക്കാർ നൽകിയ ഉറപ്പാണ് ഈ അതിശക്തമായ നടപടികൾ. മാധ്യമങ്ങൾ എത്രയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും സോഷ്യൽ മീഡിയയുടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും ഈ കാലഘട്ടത്തിൽ സത്യം ജനങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. നീറ്റ് പേപ്പർ ചോർത്തിയ പ്രൊഫസർ കുൽക്കർണിയുടെ കെട്ടിടങ്ങൾ തകർന്നടിയുന്ന ദൃശ്യങ്ങൾ ദേശീയ വാർത്താ ഏജൻസിയായ IANS പുറത്തുവിട്ടതോടെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിയെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത്. അഴിമതിക്കെതിരെയും മാഫിയകൾക്കെതിരെയും നടത്തുന്ന ഈ പോരാട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ എത്രയൊക്കെ വാർത്ത മുക്കിയാലും സാധാരണക്കാരായ ജനങ്ങൾ സത്യം തിരിച്ചറിയുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉണ്ടാകുന്ന വലിയ പ്രതികരണങ്ങൾ. തട്ടിപ്പുകാരും അഴിമതിക്കാരും അവർ എത്ര ഉന്നതരായാലും സംരക്ഷിക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ ബുൾഡോസർ നടപടിയിലൂടെ ഭരണകൂടം നൽകുന്നത്. പുതിയ ഭാരതത്തിൽ കുറ്റവാളികൾക്ക് രക്ഷയില്ല എന്ന പ്രഖ്യാപനം കൂടിയാണിത്. അഴിമതിരഹിതവും സുതാര്യവുമായ ഒരു നാളേക്കായി മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ളതാണെന്ന് ജനങ്ങൾ ഇന്ന് പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.